നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ചേലൂർ മന. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തുള്ള പെരിങ്ങോട്ടുകരയിലാണ് ചേലൂർ മന സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നമ്പൂതിരിമാരുടെ പ്രശസ്ത പൂർവിക ഭവനങ്ങളിൽ ഒന്നാണ് ഇത്. 1950കളുടെ അവസാനത്തിൽ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പ് ചേലൂർ മനയ്ക്ക് ഏകദേശം 1840 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാട്ടോ. മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് സിനിമ വല്യേട്ടൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി കാറിൽ വന്ന് ഇറങ്ങുന്ന സീനുകളും അപ്പോൾ ആളുകൾ ഡാൻസ് ചെയ്ത് വരുന്നതും ആ സീനുകളൊക്കെ ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. വലിയ ഒരു നടുമുറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു 8 കെട്ടാണ് ഈ കാണുന്ന മന. ഈ മനയ്ക്ക് ഇതിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് ഒരു കുടുംബവക അമ്പലം കൂടിയുണ്ട്. ചേലൂർ നാരായണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ഒരു കുടുംബവക അമ്പലം കൂടി ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഈ മനയും ഇതിൻ്റെ നടുമുറ്റവും ഒപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന മാവും ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളും മലയാളികളുടെ ഗ്രഹാതുരത ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കേരളീയ വാസ്തുകല വിദ്യയുടെ ഒരു അത്ഭുത ലോകം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ മരപ്പണികളും അതുപോലെ തന്നെ ആ വരാന്തയുടെ പണികളും അതുപോലെ വലിയ തൂണുകളും ഒക്കെ നമുക്ക് ഒരു അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് ഉളവാക്കുന്നത്. ഇവിടുത്തെ കൽത്തൂണുകളും അതുപോലെ ഈ ഒരു നടവരാന്തയും ഇവിടുത്തെ ആ ഒരു കാഴ്ചയും അതുപോലെ ഇവിടെ നമ്മൾ ഈ കാണുന്ന വാതിലും അതിനോട് ചേർന്നുള്ള പൂട്ടുകളും ഒക്കെ തന്നെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് നമ്മൾ കണ്ട് അത് അനുഭവിച്ചിട്ടില്ല. ഈ ഒരു വലിയ വരാന്തയും ഈ വരാന്തയുടെ ഉള്ളിലൂടെ നടക്കുന്നതും അതുപോലെ അവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളും ഭയങ്കര നൊസ്റ്റാൾജിയ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മനയുടെ പുറകുവശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയൊരു കിണറും പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കാവിന് തൊട്ട് താഴെ വലിയൊരു കുളവും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ഈ വീടിനോട് ചേർന്നിട്ടുള്ള കുളം. അതുപോലെ ഒരു തുളസിത്തറയുണ്ട് പിൻവശത്ത്. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ ആ പാമ്പുംകാവും ഒക്കെ വരുന്നത്. ഈ കാണുന്നതാണ് കാവ് കേട്ടോ. ഇവിടെ ഒരു നാഗത്തറയുണ്ട്, ആൽമരം ഒക്കെ ഉണ്ട്. അതിന് താഴെ ഒരു വിശാലമായിട്ടുള്ള കുളം കാണാനായിട്ട് സാധിക്കും. ഇതിന് ചുറ്റും മരങ്ങളും വള്ളിപ്പടർപ്പുകളും അതുപോലെ വിളക്ക് വയ്ക്കാനായിട്ട് ഒരു വിളക്കും തറയും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആൽത്തറയും ഒരു കുളമുണ്ട്. ജസ്റ്റ് അതുവരെ ഒന്ന് പോയി നോക്കാം. ആൽത്തറയുടെ അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ പാടശേഖരമാണ്. ലെഫ്റ്റ് സൈഡിലൊരു കുളമുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിൽ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു കുളമുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പാടി പോലെയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. പായലും ചെളിയൊക്കെയാണ്. ഇതാണ് കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വീണ്ടും ഇതിൻ്റെ വലത്തെ സൈഡിൽ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു അമ്പലം പിന്നെ ഒരു കുളമുണ്ട് കേട്ടോ. അടിപൊളി കുളമാണ്. അതിൻ്റെ പടവൊക്കെ തകർന്നു, എന്നാലും കാണാൻ സ്റ്റൈലാണ്. ഇത് മനയുടെ തൊട്ടടുത്തുള്ള അമ്പലം എന്ന് പറഞ്ഞില്ല, അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളമാണിത്. ഇതിന് പടവൊക്കെ ഉണ്ടായിരുന്നു. പടവൊക്കെ പൊളിഞ്ഞ്
കണ്ടോ, കുളത്തില് നിറച്ച് പായല് വളർന്ന് കിടക്കുകയാണ്. ഇതാണ് അമ്പലം കേട്ടോ. അമ്പലത്തിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. 6 മണി മുതൽ 7 മണി വരെയാണ് ദർശന സമയം, ഈവനിങ്ങിൽ. അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുരാതനമായിട്ടുള്ള അമ്പലമാണ്, കുടുംബവക അമ്പലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.